മൂന്നാമത്തെ അടിക്കായി മാവേലി സ്വന്തം തല തന്നെ കാട്ടിക്കൊടുത്തു. മാവേലിയെ പാതാളത്തിലേക്ക് വാമനൻ ചവിട്ടിത്തട്ടി. ഇതാണ് ഐതിഹ്യം. വർഷത്തിലൊരിക്കൽ മാവേലി പാതാളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുവത്ര. അന്നാണ് കേരളക്കരയിൽ ഓണാഘോഷം നടക്കുന്നത്. പിന്നെ പഴങ്കഥയിൽ പതിരില്ല എന്ന് പറയുന്നത് പോലെ ഈ കഥ ജീവിച്ചിരിക്കുന്നവരായോ മരിച്ചുപോയവരുമായോ യാതൊരു ബന്ധവുമില്ല എന്ന ഡിസ്ക്ലൈമർ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇത് പാതാളമാണ്. പതിവ് പോലെ പാതാളത്തിലെ ബ്രിഡ്ജസ് ഡിസൈൻ യൂണിറ്റ് രാത്രി 10:15 പ്രവർത്തനം ആരംഭിച്ചു. രാത്രി 10:15? അതെ, ഇത് കേരളമല്ല, പാതാളമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കും. കുഞ്ചു വന്ന പേര് വന്നു. ജിറാഫിന്റെ പൊക്കോ കുഞ്ചു എന്ന പേര്. തനിക്ക് എങ്ങനെയാണ് ഈ പേര് വന്നത്? ഭാനുമതി മേഡം, അതൊരു വലിയ കഥയാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് 20 മാർക്കിന്റെ എസ്സേ ആയിട്ട് അങ്ങ് പറയട്ടെ. ഓ വേണ്ട, നീ ചുരുക്കി ഒരു മാർക്കിന്റെ ഉത്തരവായിട്ട് അങ്ങനെ പറഞ്ഞാ മതി. അത് പിന്നെ ഞാൻ കുഞ്ഞായിരുന്നപ്പോ ഒരു ക്യൂട്ട് കുട്ടിയായിരുന്നു. അങ്ങനെ എന്റെ LKG ടീച്ചർ മഞ്ജു എനിക്കിട്ട പേരാണ് കുഞ്ചു. പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് അടക്കം എല്ലാ ക്ലാസ്സിലും ക്ലാസ് ഫസ്റ്റ് ആയിരുന്നതുകൊണ്ട് പഠിച്ച് ഞാനങ്ങ് വലുതായി. ബട്ട് യു നോ, ഐ ആം ഹംബിൾ, വെരി ഹംബിൾ. ഹംബിളൊക്കെ കൊള്ളാം. എടോ, ആ ശവക്കൊട്ടപ്പാല എന്തായി? ആ കാലത്തെ മിസ്കോൾ ഇന്നലെയും കൂടി ഉണ്ടായിരുന്നു. മാഡം, അതിന്റെ 57ാമത്തെ റിവിഷനും കഴിഞ്ഞു. കഴിഞ്ഞോ? അത് പിന്നെ കഴിയല്ലോ. കഴിഞ്ഞാ കൊള്ളാം. പിന്നെ നമ്മുടെ ആ പാതാളം കേരളം ലിങ്ക് ബ്രിഡ്ജ് ഇല്ലേ, എന്തായടോ അതിന്റെ സ്റ്റാറ്റസ്? താൻ ആ പി ഓഫീസ് ഒന്ന് തുറന്ന് നോക്കിക്കേ. മാഡം, ഡാർക്ക് വെബ് കിട്ടുന്നില്ലല്ലോ. ഓണക്കാലമാണ്. ആ മാവേലി എങ്ങാനും ഇനി ഇങ്ങോട്ട് വന്ന നമ്മളൊക്കെ പപ്പടം പൊടിയുന്ന പോലെ പൊടിയും. മാഡം, ഇതൊന്ന് നോക്കിക്കേ. പാലത്തിന്റെ പാതാളം സൈഡിലെ ഡ്രോയിങ് നമ്മൾ കൊടുത്തില്ലേ? കൊടുത്തോ? പിന്നല്ലാതെ. പിന്നെ കേരളത്തിൽ പണിയുന്ന എല്ലാ ഗദ്ദറും വീഴുന്ന കാലമായതുകൊണ്ട് ബോറോളൊക്കെ ബോറാണെന്ന് പറഞ്ഞ് ഞാൻ ഒരു ക്വറി അങ്ങ് ഇട്ടിട്ടുണ്ട്. ഫയലിൽ ക്വറി ഇടാൻ മന്നാടിയാർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ല, മന്നാടിയാർ എഞ്ചിനീയർ ആണ്. എഞ്ചിനീയർ സൈറ്റിലെ എയെ വിളിച്ച് കാര്യം പരിഹരിച്ച ഡ്രോയിങ് കൊടുക്കൂ കുഞ്ചു സാറേ. ഞാൻ ആ ഡാനിയലിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. മാഡം പറഞ്ഞ കുഞ്ചുവിന് കേട്ടല്ലേ പറ്റുള്ളൂ. പണ്ട് മുതലേ ഞാൻ ഫസ്റ്റ് റാങ്ക് ആയി പോയി. ഗുഡ് മോർണിംഗ് സാർ. സാർ എത്തിയായിരുന്നു? ഗുഡ് മോർണിംഗ് ഡാനിയൽ സാർ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം കുഞ്ചു സാറേ? CT, വിജിലൻസ്, ആറി, ബില്ല്, ഉല്ല് ഇങ്ങനൊക്കെ എനിക്ക് പോകുന്നു. അതിരിക്കട്ടെ ഡാനിയൽ സാർ, നമ്മുടെ ഇന്ദ്രപുരി പാലത്തിന്റെ ഫൗണ്ടേഷൻ വർക്ക് എന്തായി സാർ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു കുഞ്ചു സാറേ. ആ പണി കഴിഞ്ഞ് അതിന്റെ പാട്ട് ബില്ല് വാങ്ങാൻ നമ്മുടെ കണ്ട്രാക്ട് ഉമ്മർ വന്നിരിക്കുന്നത്. ഉമ്മറെ കയറി വാ. ഓ, കഴിഞ്ഞോ അതിന്റെ വർക്ക്? ഡാനിയൽ സാറേ, അതിന്റെ 25ന്റെ കമ്പി ബിൽഡ് ആണോ അതോ ലാപ്പ് ആണോ ചെയ്തത്? 25ന്റെ കമ്പി വെൽഡ് സാറേ, നമ്മൾ 16 കമ്പിയല്ലേ ഇട്ടത്? നമ്മളല്ല, തന്നോട് 25 ഇടാൻ പറഞ്ഞത്. തന്നോട് 16 ഇട്ടത്. അത് കൊള്ളാം. സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ 16ന്റെ കമ്പി ഇട്ടത്? ഞാനോ? ഞാനിപ്പോ പറഞ്ഞു? ഞാൻ അങ്ങനെ പറയും. ഞാൻ അങ്ങനെ പറയും. പോയി രണ്ട് ഇൻക്രിമെന്റ് പോയി. അത് കൊള്ളാം. 16ന്റെ കമ്പിക്ക് 25ന്റെ ബിൽ. ശോഭേ, അയ്യോ സോറി, സാറിന്റെ സെക്ഷൻ എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. സാറൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഈ നിലവറയൊരു കലവറയാക്കാം. എന്റെ പൊന്നുമ്മറേ, പണ്ടത്തെ കാലമൊന്നുമല്ല. ഈ ബാലവ്യവസ്ഥ ഒന്നും നടക്കത്തില്ല. മര്യാദയ്ക്ക് കൃത്യമായിട്ട് ജോലി ചെയ്ത് കിട്ടുന്ന ബില്ല് വാങ്ങിച്ച് പോക്കോ. രാജാതിരാജൻ, വില്ലാളി വീരൻ, കേരളം നന്നായി ഭരിച്ചതിന് ചവിട്ടിത്താഴ്ത്തപ്പെട്ട മാവേലി തമ്പുരാൻ എഴുന്നള്ളുന്നേ. ഓണക്കുട്ടിയെ കെട്ടണ്ട്, പായസം കുറ്റണ്ട്, പായസം കുറ്റിട്ട് ഊഞ്ഞാലിലടണ്ട്.
എന്താ കഥ? ഇതൊന്നും വേണ്ട എന്ന് നോം 100 വട്ടം പറഞ്ഞിരിക്കുന്നു. അംഗരക്ഷർ പോലും വേണ്ട എന്ന് പറഞ്ഞാലും കേൾക്കില്ല. അയ്യോ മഹാരാജൻ, അങ്ങനെ പറയരുത്. ഈ സെറ്റ് കാറ്റഗറി ഉള്ളതാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അധികം മേലനങ്ങാതെ ജോലി ചെയ്ത് പോവാം. അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കാനാണ്. ഹൗ അങ്ങനെ ആട്ടെ. അംഗരക്ഷർ അങ്ങ് മാറി നിൽക്കുക. മാഡം, മാവേലി സാർ. ഹ, എന്താ ഇത്? ആരാ നിങ്ങളൊക്കെ? ഞാൻ കുഞ്ചു, എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്ക്, ഇവിടുത്തെ ഡിസൈൻ എഞ്ചിനീയർ. ഓഹോ, ആ നടുപിടിച്ച് വീണ് കിടക്കുന്നതോ? ഞാൻ ജോയിന്റ് ഡയറക്ടർ ഭാനുമതി. ഭാനു, എന്തോ ഒരു മിനിറ്റ് ഞാനൊന്ന് എഴുന്നേറ്റോട്ടെ. അയ്യോ, ആട്ടെ ഇപ്പൊ എത്ര വയസ്സായി? 85. ഓ, റിട്ടയർമെന്റ് ഒന്നും ഇല്ല അല്ലേ? പാതാളത്തിലല്ലേ രാജൻ, ആളെ കിട്ടാനില്ല. ഡെപ്യൂട്ടേഷന് പോലും ആരും വരുന്നില്ലെന്നേ. ശരി, ഭാനു ജോയിൻ ചെയ്ത ദിവസം ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഓർമ്മയുണ്ടോ ആവോ? ഉണ്ട്. എന്താ അത്? പാതാളത്തിൽ നിന്ന് കേരളത്തിലോട്ട് ഒരു പാലം. എന്നിട്ട് ഇപ്പൊ 85 വയസ്സായിട്ടും പണി കഴിപ്പിച്ചോ? മാവേലി സാർ, അത് പിന്നെ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ചെയ്തു വന്നപ്പോ അത് മാറ്റി ലിമിറ്റ് സ്റ്റേറ്റ് ആക്കാൻ പറഞ്ഞു. ഓ, എന്നിട്ട് ആക്കിയോ? അത് മാറ്റി വന്നപ്പോഴല്ലേ പാലത്തിന്റെ അപ്രോച്ച് തൃശ്ശൂര് വേണ്ട തിരുവനന്തപുരം മതി എന്ന് പറഞ്ഞത്. എന്നിട്ട് അത് മാറ്റിയോ? അപ്പോഴാണല്ലോ വെൽ ഫൗണ്ടേഷൻ വേണ്ട, പൈലാണ് മോഡേൺ ടെക്നോളജി എന്നും പറഞ്ഞ് പൈലാക്കിയത്. അയ്യോ, എന്നിട്ട് പൈലാക്കിയോ? അപ്പോഴാണല്ലോ മാവേലിക്ക് പ്രായമാവുന്നു, നടുവേദനയുണ്ട്, എക്സ്പാൻഷൻ ജോയിന്റ് തട്ടി തട്ടി പോവാൻ വയ്യ, ഇന്റഗ്രൽ ബ്രിഡ്ജ് ആക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഈ പറഞ്ഞ സാധനമാക്കിയോ? എന്റെ മഹാരാജൻ, അത് മാറ്റി വന്നപ്പോഴല്ലേ വൈകുണ്ഠം വാട്ടർ മെട്രോ പാതാളത്തിൽ നിന്ന് പോകാൻ 45 മീറ്റർ വീതി വേണമെന്ന് പറഞ്ഞത്. ആ കഥ നടത്തി തരാമെന്ന് ഭാനു എന്ന് പറഞ്ഞപ്പോ നോമിനെ ഇങ്ങനെ അങ്ങടും ഇങ്ങടും നടത്തി തരാമെന്നാണ് ഉദ്ദേശിച്ചതെന്ന് നോം ഒട്ടും നിരീക്ഷില്ല. തല കൊയ്യട്ടെ മഹാരാജൻ. അയ്യോ, ഞാൻ പാവാണേ. എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്ക്. ആ ഡാനിയല്ല സൈക്കിൾ ഡിലേ ആയിരിക്കും. അവന്റെ തല ഞാൻ കൊയ്താ പോരെ. എന്നാ പ്രഭു, അവന്റെ തല കഴിയട്ടെ. ചുമ്മാ ചുമ്മാ വരട്ടെ ചുമ്മരുത്. എടോ, ഞാൻ അമ്മാത്തൂന്ന് ഇറങ്ങുകയും ചെയ്തു, എന്നാൽ അങ്ങോട്ട് ഇല്ലോ എത്തിയില്ല എന്നൊരവസ്ഥയല്ലോ. പ്രഭോ, അങ്ങ് പറഞ്ഞിട്ടല്ലേ ഞാൻ തൃശ്ശൂരുള്ള അപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തോട്ട് മാറ്റിയത്. അപ്പം തന്നെ 250 കിലോമീറ്റർ മാറി. അതിന്റെ ഒരു താമസം വരില്ലേ പ്രഭു? എന്നാ പിന്നെ കാഞ്ഞിരംകുളം 0 ആയിട്ട് തുടങ്ങിയ പോലെ. തല പോയിട്ടോ മഹാരാജൻ അവന്റെ. അല്ല പ്രഭു, ഒരു സംശയം. അങ്ങ് എന്തിനാണ് തൃശ്ശൂരുള്ള അപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തോട്ട് മാറ്റാൻ പറഞ്ഞത്? ഹാവു, അമ്മ വീട് അവിടെ ആണേ. പാതാളത്തിൽ നിന്ന് പോകുമ്പോ അമ്മ വീട്ടിലോട്ട് നേരിട്ട് അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അമ്മ വീട്ടിലെ പുളിശ്ശേരിയും ഓപ്പോളിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചക്കക്കൂട്ടാനും ആലോചിക്കുമ്പോ തന്നെ കൊതി വരുന്നു. ഹൈ, എന്താ അത്? ഒന്നുമില്ല. അതിരിക്കട്ട്, ഈ കാഞ്ഞിരംകുളത്ത് അമ്മ വീടുള്ള സാറെന്തരനാണ് ഇങ്ങനെ വലിച്ചു കെട്ടി വള്ളുവനാടൻ ഭാഷയിൽ പൊഴിഞ്ഞോണ്ടിരിക്കണത്? ഡേ, അതെന്തിനു വർത്താൻ അങ്ങനെ? ഞാൻ അവിടെ നിൽക്കണമെന്നും നിങ്ങൾ അവിടെ നിൽക്കണമെന്നും നിങ്ങൾക്ക് നല്ല ബോധ്യങ്ങൾ വരണം. ഡേ അംഗരക്ഷ, ഡേ നീ എന്തിനെങ്ങനെ നോക്കി നിൽക്കണത്? ഈ പറട്ട തള്ളയുടെ തല കൊയ്യട്ടെ മഹാരാജൻ. അയ്യോ, മാപ്പാക്കണം പ്രഭു. സ്വന്തം നാട്ടുകാരനെ കണ്ടപ്പോ ഉള്ളൊരു സ്നേഹം കൊണ്ട് ചോദിച്ചതാണേ. നിങ്ങളുടെ വീട് എവിടെ? കാട്ടാക്കട. മാത്രമല്ല കഴിഞ്ഞ എല്ലാ റിവൈസ്ഡ് ഡിസൈൻ കാട്ടാക്കട വീട് എവിടെ? ഞങ്ങളല്ലേ പ്രഭു തന്നത്. കാട്ടാക്കട വീട് എവിടെ? കാട്ടാക്കട ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോകുമ്പോ അവിടെ ഒരു കലിങ്ങില്ലേ, അതിന്റെ അടുത്ത്. കലിങ്ങില്ലത്തോടെ? പുത്തൻ വീട്ടില്. ഓ, പുത്തൻ വീട്ടിലാ? ഓ, കൃഷ്ണകുമാറിന്റെ മോളാ നീ? അയ്യോ, കൃഷ്ണകുമാരന്റെ വലിയ ചെയ്യും. അപ്പൊ നിന്റെ അച്ഛന്റെ പേരെന്തിനാണ്? വാസുദേവൻ. ഓ ഓ ഓ ഓ, വടംവലി വാസുവിന്റെ മോളാ നീ? അയ്യോ പാവ മഹാരാജൻ, ഇപ്പൊ എന്തിനടേ നിനക്ക് തല കൊയ്യണ്ടേ? അയ്യോ പാവ മഹാരാജൻ, നമ്മുടെ നാട്ടിലൊക്കെ ഓണാഘോഷം വന്നാ എപ്പോഴും ഫസ്റ്റ് അടിക്കുന്ന ടോപ്പാണ് നമ്മളെ വാസുണ്ണൻ ഇല്ലേ? തന്നെ ഓ തന്നെ. വാസുണ്ണന്റെ മോളായോണ്ട് പറയണാണ്. നിങ്ങൾ നേരത്തെ ചൊവ്വനും കാര്യങ്ങൾ തീർത്ത് പെട്ടെന്ന് ഡ്രോയിങ്ങുകളും കൊടുത്ത് പാലങ്ങളും കെട്ടി തീക്കണം. ഡാനിയലേ, കുഞ്ചു, അടുത്ത ഓണത്തിന് മുന്നേ തീരുമല്ലോ അല്ലേ? എല്ലാ സെറ്റാണ് മാഡം. നമ്മൾ ഇന്നലെ സെറ്റാണ് മാഡം. പ്രധാന വാർത്തകളിലേക്ക്
സ്വാഗതം. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കാരണമായ മഴയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മരങ്ങൾ കടപുഴകുകയും പാലങ്ങൾ കവിഞ്ഞൊഴുകുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എക്സ്ക്യൂസ് മീ മാഡം, ഫ്ലഡ് ലെവൽ ചേഞ്ച് ആയി എന്നാണ് തോന്നുന്നത്. ഓ മാവേലി സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട. എന്തൊക്കെ സംഭവിച്ചാൽ അടുത്ത ഓണത്തിന് മാവേലി സാറ് കേരളം പാതാളം ലിങ്ക് ബ്രിഡ്ജിൽ കൂടെ തന്നെയായിരിക്കും വരുന്നത്. അതൊരു ടീം ഡിസൈൻ ഉറപ്പ്. എന്നാ പിന്നെ ഈ ഓണത്തിന് മൂടാക്കിയാലോ? ഓണം